ഗർഭിണികളായ ആളുകൾ നോമ്പ് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. അതെങ്ങനെയാണ് അതിന്റെ മസല? ഉദാഹരണം പറയാണ്, കഴിഞ്ഞ വർഷം 2025 ഒരു പെൺകുട്ടിക്ക് 10 നോമ്പ് മിസ്സായി. 10 നോമ്പ് മിസ്സായത് കുട്ടിയുടെ ആരോഗ്യം വിചാരിച്ചിട്ടാണ്. അങ്ങനെ നിങ്ങളുടെ ബേബിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ 10 നോമ്പ് ഉപേക്ഷിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന്റെ പേരിൽ 10 മുദ്ദ് കൊടുക്കണം. നോമ്പ് വീട്ടുകയും വേണം, 10 മുദ്ദും കൊടുക്കണം. ഒരു വർഷമാണ് സമയം. ആ വർഷത്തിന്റെ ഉള്ളിൽ ഈ 10 നോമ്പ് നോൽക്കുകയും വേണം, 10 മുദ്ദും കൊടുക്കണം. ഇനി 2026 റമദാനായിട്ടും ഗർഭിണി എന്ത് ചെയ്തിട്ടില്ല, ആ 10 നോമ്പ് നോറ്റ് വീട്ടിയിട്ടില്ല. അപ്പോ അവൾ പിന്തിച്ചതിന് അതിന്റെ മുദ്ദും കൊടുക്കണം. അതുപോലെ കുട്ടിക്ക് വേണ്ടി നോമ്പ് ഉപേക്ഷിച്ചല്ലോ, അതിനൊരു മുദ്ദും. അപ്പൊ 2 മുദ്ദായി. ഒന്ന് ഓൾറെഡി കുട്ടിക്ക് വേണ്ടി നോമ്പ് ഉപേക്ഷിച്ചതിന് മുദ്ദുണ്ട്. രണ്ടാമത്തെ മുദ്ദ് ഇങ്ങനെ വന്നു. 11 മാസമാണ് സമയം. ആ 11 മാസമായിട്ടും നോമ്പ് വീട്ടാതെ ഈ റമദാൻ വരെ പിന്തിപ്പിച്ചു. ആ പിന്തിപ്പിച്ചതിന്റെ ഫലമായിട്ട് ഒരു മുദ്ദ് എക്സ്ട്രാ. ആ മുദ്ദടക്കം ഒരു നോമ്പിന് 2 മുദ്ദ്. അപ്പോൾ എന്ത് ചെയ്യണം? 10 നോമ്പിന് 20 മുദ്ദ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. സ്വന്തം ശരീരത്തിന്റെ കാര്യം ഭയന്നുകൊണ്ടാണ് ഒരു പെണ്ണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ ആ പെണ്ണ് മുദ്ദ് നിർബന്ധാവില്ല. കുട്ടിക്ക് വേണ്ടിയെങ്കിൽ മാത്രമേ മുദ്ദ് നിർബന്ധാവൂ. സ്വന്തം ശരീരവും കുട്ടിൻ്റെതും കൂടി ഭയന്ന്, രണ്ടും കൂടെ ചില സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടാവും. മുദ്ദ് നിർബന്ധമല്ല. പ്യുവർലി കുട്ടിയുടെ കാര്യം മാത്രം ആലോചിച്ച് നോമ്പ് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ മുദ്ദ് നിർബന്ധാവുകയുള്ളൂ. ഇതെല്ലാവരും എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്രകാശതീരം സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് നിങ്ങളുടെ നമ്പർ മറ്റാരും കാണൂല. ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്കുള്ള ആക്സസ് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കട്ടെ.